വിഴിഞ്ഞം തുറമുഖത്തേക്ക് അമിതഭാരം കയറ്റിപ്പോയ ലോറിയിൽ നിന്ന് കരിങ്കല്ല് വീണ് മരിച്ച അനന്തുവിന് നാടിന്റെ വിട. മുക്കോലയിലെ വീട്ടിലും നെയ്യാറ്റിൻകരയിലെ കോളേജിലും നൂറുകണക്കിന് ആളുകളാണ് അനന്തുവിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. സംഭവത്തിൽ അന്വേഷണത്തിന് ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാർ ഉത്തരവിട്ടു. വിഴിഞ്ഞം തുറമുഖ കവാടത്തിന് മുന്നിൽ ഇന്നും പ്രതിഷേധമുണ്ടായി. ഇന്നലെ മുക്കോലയിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് ഇറങ്ങിയതാണ് BDS 4ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന അനന്തു. കോളേജിലെത്തിയത് ചേതനയേറ്റ്. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കോളേജിൽ സഹപാഠികളും അധ്യാപകരും അനന്തുവിന് അന്തിമോപചാരം അർപ്പിച്ചു. വീട്ടിലെ പൊതുദർശനവും സങ്കടക്കടലായി. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GRNൽ തുടങ്ങിയവരും അന്തിമോപചാരമർപ്പിക്കാനെത്തി. നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അനന്തുവിന്റെ കുടുംബത്തെയും സഹായിക്കുന്നതിന് വേണ്ടി അദാനി കമ്പനി തന്നെ തയ്യാറാവണം. നല്ല സഹായം അവർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റിനെ കൊണ്ട് എന്തൊക്കെ സഹായം ചെയ്യാൻ കഴിയുന്ന സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കും. സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നടപടി ഉറപ്പെന്നും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ 24നോട് പറഞ്ഞു. ഈ ജീവൻ പോകുമ്പോൾ മാത്രമാണ് എല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നുണ്ട്, എന്നോട് ദേഷ്യം തോന്നരുത്. ഒരു ജീവൻ പോകുമ്പോൾ നിങ്ങളെല്ലാവരും പ്രതിഷേധിക്കാറുണ്ട്, സമരം ചെയ്യാറുണ്ട്. ആ ജീവൻ പോകാതിരിക്കാനുള്ള നടപടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരോടും എന്നെ ആക്രമിക്കുന്നതിനാണെന്ന് എനിക്ക് പറയുന്നത്. ആ റിപ്പോർട്ട് ആവശ്യമുണ്ട്, നാളെ കിട്ടും. അതിനകത്ത് നിയമപരമായ എല്ലാ നടപടിയും സ്വീകരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള പരിപാടികളാണ് നമ്മൾ നോക്കേണ്ടത്. കർശന നടപടി വേണമെന്ന് ശശി തരൂർ MP ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തുറമുഖ കവാടത്തിൽ പ്രതിഷേധം നടന്നു. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. 24 തിരുവനന്തപുരം.